ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ഓപ്പറേഷൻ സിന്ദൂർ കേവലം സൈനിക ദൌത്യമല്ലെന്നും ദൃഢനിശ്ചയത്തിന്റെയും ധൈര്യത്തിന്റെയും മാറുന്ന ഭാരതത്തിന്റെയും ചിത്രമാണെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നക്സൽ ബാധിത പ്രദേശങ്ങൾ വലിയ പരിവർത്തനത്തിന് സാക്ഷ്യം വഹിക്കുന്നതായും വികസനത്തിലും വിദ്യാഭ്യാസത്തിലും മുന്നേറുന്നതായും പ്രധാനമന്ത്രി. അന്താരാഷ്ട്ര യോഗ ദിനവും CBSEയുടെ ഷുഗർ ബോർഡ് സംരംഭവും ആരോഗ്യപൂർണമായ ഇന്ത്യ കെട്ടിപ്പടുക്കാനുള്ള മാധ്യമങ്ങളെന്ന് ശ്രീ മോദി. സംസ്ഥാനത്ത് ഇന്നും അതിതീവ്ര മഴ തുടരും. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തം വിലക്കി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. വിജ്ഞാപനം നാളെ. ജൂൺ 19 വോട്ടെടുപ്പ്, വോട്ടെണ്ണൽ 23. IPLൽ ഇന്ന് ഗുജറാത്ത് ചെന്നൈയെയും ഹൈദരാബാദ് കൊൽക്കത്തയെയും നേരിടും. വാർത്തകൾ വിശദമായി. ലോകമെമ്പാടുമുള്ള ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ പുതിയ ആത്മവിശ്വാസം നൽകുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ സിന്ദൂർ കേവലമൊരു സൈനിക ദൌത്യമല്ലെന്നും നമ്മുടെ ദൃഢനിശ്ചയത്തിന്റെയും ധൈര്യത്തിന്റെയും മാറുന്ന ഭാരതത്തിന്റെയും ചിത്രമാണെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ആയിരക്കണക്കിന് ആളുകൾ ത്രിവർണ്ണ പതാകയുമായി സൈന്യത്തിന് അഭിവാദ്യം അർപ്പിച്ചുവെന്നും ശ്രീ മോദി ചൂണ്ടിക്കാട്ടി. ഓപ്പറേഷൻ സിന്ദൂറിൽ ഭാരതത്തിൽ നിർമ്മിച്ച ആയുധങ്ങളുടെയും ഉപകരണങ്ങളുടെയും സാങ്കേതികവിദ്യയുടെയും ശക്തി പ്രകടമായി. ഇത് സ്വയം പര്യാപ്ത ഭാരതമെന്ന രാജ്യത്തിന്റെ ദൃഢനിശ്ചയമാണ് പ്രതിഫലിപ്പിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ऑपरेशन सिंदूर के दौरान हमारी सेनाओं ने जो पराक्रम दिखाया है, उसने हर हिंदुस्तानी का सिर ऊंचा कर दिया. ऑपरेशन सिंदूर ने दुनिया भर में आतंक के खिलाफ लड़ाई को नया विश्वास और उत्साह दिया. ऑपरेशन सिंदूर सिर्फ एक सैन्य मिशन नहीं है, ये हमारे संकल्प, साहस और बदलते भारत की तस्वीर है. നക്സൽ ബാധിത പ്രദേശങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ പരിവർത്തനം പ്രധാനമന്ത്രി വിശദീകരിച്ചു. മാവോയിസ്റ്റ് ശക്തി കേന്ദ്രമായിരുന്ന മഹാരാഷ്ട്രയിലെ ഗഡ്ചിരോളി ജില്ലയിൽ കട്ടേച്ചരി ഗ്രാമത്തിൽ ആദ്യമായി ബസ് സർവീസ് ആരംഭിച്ച കാര്യം പ്രധാനമന്ത്രി പരാമർശിച്ചു. ഒരു റിപ്പോർട്ട്. ഗ്രാമത്തിൽ ആദ്യമായി ബസ് എത്തിയപ്പോൾ ആളുകൾ താളമേളങ്ങളോടെയാണ് സ്വീകരിച്ചത്. മാവോയിസ്റ്റ് ശക്തി കേന്ദ്രമായ ഗ്രാമത്തിൽ മുൻപ് ബസ് ഓടാൻ അനുവദിച്ചിരുന്നില്ല. ഇപ്പോൾ സ്ഥിതിഗതികൾ സാധാരണ നിലയിലേക്ക് മടങ്ങുകയാണ്. എല്ലാ വെല്ലുവിളികൾക്കിടയിലും ജീവിതം മെച്ചപ്പെടുത്താനുള്ള പാതയാണ് ജനങ്ങൾ തിരഞ്ഞെടുക്കുക എന്നതിന് ഉദാഹരണമാണിത്. മറ്റൊരു നക്സൽ കേന്ദ്രമായിരുന്ന ദന്തേവാഡ ജില്ലയിൽ 10-12 ക്ലാസുകളിലെ പരീക്ഷകളിൽ മികച്ച വിജയമാണ് ഉണ്ടായത്. 95% വിജയത്തോടെ 10ാം ക്ലാസ് ഫലങ്ങളിൽ ജില്ല ഛത്തീസ്ഗഡിൽ 1ാം സ്ഥാനത്തെത്തി. 12ാം ക്ലാസ് പരീക്ഷയിൽ ദന്തേവാഡ 6ാം സ്ഥാനം നേടി. ഛത്തീസ്ഗഡിൽ നടന്ന ബസ്തർ ഒളിമ്പിക്സിനെ കുറിച്ചും മാവോയിസ്റ്റ് ബാധിത പ്രദേശങ്ങളിലെ സയൻസ് ലാബുകളെക്കുറിച്ചും പ്രധാനമന്ത്രി പരാമർശിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. CBSEയുടെ ഷുഗർ ബോർഡ് എന്ന സംരംഭത്തിലൂടെ കുട്ടികളെ പഞ്ചസാര ഉപഭോഗത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുമെന്ന് പ്രത്യാശിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. എത്ര അളവിൽ പഞ്ചസാര കഴിക്കണമെന്ന് അറിയുന്നതിലൂടെ കുട്ടിക്കാലം മുതൽ തന്നെ ആരോഗ്യകരമായ ജീവിതശൈലി സ്വായത്തമാക്കാൻ കുട്ടികൾ പ്രാപ്തരാകുമെന്നും ശ്രീ മോദി പറഞ്ഞു. ഓഫീസുകൾ, ക്യാന്റീനുകൾ തുടങ്ങിയവ ഇത്തരം സംരംഭങ്ങൾ ഏറ്റെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ശക്തമായ ഇന്ത്യയുടെ അടിത്തറയാണ് ഫിറ്റ് ഇന്ത്യയെന്നും അദ്ദേഹം വ്യക്തമാക്കി. स्कूलों में ब्लैक बोर्ड तो देखा होगा, लेकिन अब कुछ स्कूलों में शुगर बोर्ड भी लगाया जा रहा है. शुगर बोर्ड CBSE की इस अनोखी पहल का उद्देश्य है बच्चों को उनके शुगर इंटेक के प्रति जागरूक करना. कितनी चीनी लेनी चाहिए और कितनी चीनी खाई जा रही है, ये जानकर बच्चे खुद से ही हेल्दी विकल्प चुनने लगे. फिट इंडिया ही स्ट्रॉन्ग इंडिया की नींव है. വീടുകളിലും ഓഫീസുകളിലും പേപ്പർ വേർതിരിക്കുന്നതിലൂടെ പുനരുപയോഗത്തിനായി നാം ഓരോരുത്തരും പ്രയത്നിക്കേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇത്തരത്തിലുള്ള ചിന്തയിലൂടെ മാത്രമേ വലിയ പരിവർത്തനം സാധ്യമാകൂ എന്ന് സ്വച്ഛ് ഭാരത് ദൌത്യം പരാമർശിക്കവേ അദ്ദേഹം വ്യക്തമാക്കി. വിശദാംശങ്ങളിലേക്ക്. വീടുകളിലും ഓഫീസുകളിലും ദിവസവും ധാരാളം കടലാസ് മാലിന്യങ്ങൾ പുറന്തള്ളുന്നു. രാജ്യത്തെ മാലിന്യത്തിന്റെ 1/4 ഭാഗവും കടലാസുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ വിശാഖപട്ടണം, ഗുരുഗ്രാം തുടങ്ങിയ നഗരങ്ങളിൽ നിരവധി സ്റ്റാർട്ടപ്പുകൾ പേപ്പർ പുനരുപയോഗത്തിന് നൂതനമായ രീതികൾ സ്വീകരിക്കുന്നുണ്ട്. 1 ടൺ പേപ്പർ പുനരുപയോഗം ചെയ്യുന്നത് 17 മരങ്ങൾ മുറിക്കുന്നത് തടയുകയും ആയിരക്കണക്കിന് ലിറ്റർ വെള്ളം ലാഭിക്കുകയും ചെയ്യുന്നു. ദുഷ്കരമായ സാഹചര്യങ്ങളിൽ പോലും പർവ്വതാരോഹകർ മാലിന്യം തിരികെ കൊണ്ടുവരുന്ന കാര്യം പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി.
മകാലു പർവ്വതം കീഴടക്കാൻ പോയ ITBP ടീം മല കയറുക മാത്രമല്ല ശുചിത്വം എന്ന ദൌത്യം കൂടി ഏറ്റെടുത്തു. കൊടുമുടിക്ക് സമീപമുള്ള എല്ലാ മാലിന്യവും അവർ നീക്കം ചെയ്തു. 150 കിലോയിലധികം മാലിന്യങ്ങൾ ടീം അംഗങ്ങൾ താഴ്വാരത്തിലെത്തിച്ചു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. യോഗയുമായി ബന്ധപ്പെട്ട ജീവിത രീതി പിന്തുടരണമെന്ന് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ ഓർമ്മിപ്പിച്ചു. 2015 ജൂൺ 21 അന്താരാഷ്ട്ര യോഗ ദിനം ആരംഭിച്ചതു മുതൽ ജനങ്ങൾക്ക് അതിനോടുള്ള അടുപ്പം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ശ്രീ മോദി പറഞ്ഞു. 21 जून 2015 में योग दिवस की शुरुआत के बाद से ही इसका आकर्षण लगातार बढ़ रहा है. योग आपका जीवन जीने का तरीका बदल देगा. इस बार भी योग दिवस को लेकर दुनिया भर में लोगों का जोश और उत्साह नजर आ रहा है. हेल्थ और फिटनेस को लेकर लोगों की ये जागरूकता मुझे बहुत आनंद देती है. അടുത്ത അധ്യായത്തിൽ നമുക്ക് വീണ്ടും ഒത്തുചേരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി മൻ കി ബാത്തിന്റെ 122ാം പതിപ്പ് അവസാനിപ്പിച്ചത്. അപ്പോൾ പുതിയ വിഷയങ്ങളും നേട്ടങ്ങളും ചർച്ച ചെയ്യാമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ജൂൺ 19 വോട്ടെടുപ്പ് നടക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ജൂൺ 2 പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. 3 സൂക്ഷ്മ പരിശോധന നടക്കും. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ജൂൺ 5. വോട്ടെണ്ണൽ ജൂൺ 23 നടക്കും. മലപ്പുറം ജില്ലയിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. നിലമ്പൂരിലേത് കേരളം കാത്തിരുന്ന ഉപതെരഞ്ഞെടുപ്പെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. താഴെത്തലം മുതൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്നും അദ്ദേഹം കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം പാർട്ടി എടുക്കുമെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MP മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്നും അതിതീവ്ര മഴ തുടരും. മലപ്പുറത്തും കോഴിക്കോട്ടും വയനാട്ടും കണ്ണൂരിലും കാസർകോട്ടും ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. ഇന്നലെ രാത്രി പെയ്ത മഴയിൽ സംസ്ഥാനത്ത് പലയിടങ്ങളിലും വ്യാപക നാശനഷ്ടമുണ്ടായി. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോഴിക്കോട് വയനാട് ജില്ലകളിൽ മലയോര മേഖലകളിൽ രാത്രിയിലും രാവിലെയും ശക്തമായ മഴ പെയ്തു. നിരവധി വീടുകൾ ഭാഗികമായി തകർന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. കോഴിക്കോട് ജില്ലയിൽ മലയോര മേഖലയിൽ രാത്രിയിലും രാവിലെയും ശക്തമായ മഴയാണ് ലഭിച്ചത്. പുഴകളിൽ ജലനിരപ്പ് ഉയർന്നു. നിരവധി വീടുകൾ ഭാഗികമായി തകർന്നു. കോഴിക്കോട് താലൂക്കിൽ 10, വടകര കൊയിലാണ്ടി താലൂക്കുകൾ ഓരോന്നും വീടുകൾക്ക് മരങ്ങൾ വീണ് കേടുപാടുണ്ടായി. വിലങ്ങാട് വില്ലേജ് പരിധിയിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ വർഷം ഉരുൾപൊട്ടലുണ്ടായ മഞ്ഞച്ചിളിയിലെ 9 കുടുംബങ്ങളെ വിലങ്ങാട് സെന്റ് ജോർജ് ഹൈസ്കൂളിലേക്ക് മാറ്റി താമസിപ്പിച്ചു. താമരശ്ശേരി ചുരം റോഡിലേക്ക് മരം വീണ് 9ാം വളവിന് താഴെയാണ് സംഭവം. വയനാട് ചുരത്തിൽ നല്ല മഴയാണ് ലഭിച്ചത്. ജില്ലയിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ് ലഭിച്ചതിനാൽ അഡ്വഞ്ചർ ടൂറിസം കേന്ദ്രങ്ങൾ, വെള്ളച്ചാട്ടങ്ങൾ, ട്രക്കിംഗ് കേന്ദ്രങ്ങൾ, എടക്കൽ ഗുഹ, ഊരി വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടക്കാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. മഴ ശക്തിയാർജിച്ചതിനെ തുടർന്ന് ഇടുക്കി കല്ലാർകുട്ടി അണക്കെട്ടിന്റെ ഒരു ഷട്ടർ ഉയർത്തി. മുതിരപ്പുഴയുടെയും പെരിയാറിന്റെയും കരകളിലുള്ളവർ ജാഗ്രത പാലിക്കണം. ഇടുക്കി മലങ്കര ഡാമിലെ 5 ഷട്ടറുകളും ഉയർത്തി. തൊടുപുഴ, മൂവാറ്റുപുഴ നദികളുടെ തീരങ്ങളിൽ ജാഗ്രത പാലിക്കേണ്ടതാണ്. മുല്ലപ്പെരിയാർ ഡാമിൽ ജലനിരപ്പ് 114 അടിയായി ഉയർന്നിട്ടുണ്ട്. ഇടുക്കി അണക്കെട്ടിൽ നിലവിൽ 2329 അടി വെള്ളമാണുള്ളത്. നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാത 66ന്റെ ഭിത്തിയിൽ വിള്ളൽ രൂപപ്പെട്ടു. കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിന് സമീപത്താണ് വിള്ളൽ രൂപപ്പെട്ടത്. ഉയരത്തിലുള്ള ഭിത്തിയിലാണ് വിള്ളലുണ്ടായത്. കൊച്ചി തീരത്ത് അറബിക്കടലിൽ ചരിഞ്ഞ MSC എൽസ 3 എന്ന ചരക്ക് കപ്പലിലെ ക്യാപ്റ്റൻ, ചീഫ് എഞ്ചിനീയർ, സെക്കൻഡ് എഞ്ചിനീയർ എന്നിവരെ നാവികസേനയുടെ INS സുജാത രക്ഷപ്പെടുത്തി. ഇതോടെ കപ്പലിൽ ഉണ്ടായിരുന്ന 24 ജീവനക്കാരെയും രക്ഷപ്പെടുത്താനായതായി അറിയിച്ചു. അതേസമയം കപ്പലിൽ നിന്നുള്ള എണ്ണ ചോർച്ച നിയന്ത്രിക്കുന്നതിനുള്ള നടപടികൾ കോസ്റ്റ് ഗാർഡ് കപ്പലായ ICG സക്ഷം ആരംഭിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. വൈകുന്നേരം 3:30 ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെയും രാത്രി 7:30 സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെയും നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. ഓപ്പറേഷൻ സിന്ദൂർ കേവലം സൈനിക ദൌത്യമല്ലെന്നും ദൃഢനിശ്ചയത്തിന്റെയും ധൈര്യത്തിന്റെയും മാറുന്ന ഭാരതത്തിന്റെയും ചിത്രമാണെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നക്സൽ ബാധിത പ്രദേശങ്ങൾ വലിയ പരിവർത്തനത്തിന് സാക്ഷ്യം വഹിക്കുന്നതായും വികസനത്തിലും വിദ്യാഭ്യാസത്തിലും മുന്നേറുന്നതായും പ്രധാനമന്ത്രി. അന്താരാഷ്ട്ര യോഗ ദിനവും CBSEയുടെ ഷുഗർ ബോർഡ് സംരംഭവും ആരോഗ്യപൂർണ്ണമായ ഇന്ത്യ കെട്ടിപ്പടുക്കാനുള്ള മാധ്യമങ്ങളെന്ന് ശ്രീ മോദി. സംസ്ഥാനത്ത് ഇന്നും അതിതീവ്ര മഴ തുടരും. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തം വിലക്കി.
നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് വിജ്ഞാപനം നാളെ ജൂൺ 19 വോട്ടെടുപ്പ്, വോട്ടെണ്ണൽ 23. IPL-ൽ ഇന്ന് ഗുജറാത്ത് ചെന്നൈയെയും ഹൈദരാബാദ് കൊൽക്കത്തയെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.